നമ്മളിപ്പോൾ പഠിക്കുന്നത് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിനെ പറ്റിയാണ്. അപ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ദാറ്റ് ഈസ് ജിയോതെർമൽ എനർജി. ദ വേർഡ് ഇറ്റ് സെൽഫ് ഇൻഡിക്കേറ്റ് വാട്ട് ഈസ് ദാറ്റ്, ഇസ്ന്റ് ഇറ്റ്? ജിയോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ വേർഡ് ഫ്രം ഗ്രീക്ക്. ആ ഗ്രീക്കിലുള്ള ആ വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലാൻഡ് എന്നൊക്കെയാണ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ ജിയോ എന്ന് ഉപയോഗിക്കുന്നത് ദാറ്റ് ഈസ് ദ വേർഡ് റിലേറ്റഡ് ടു എർത്ത്, അല്ലേ? എർത്തുമായി റിലേറ്റ് ചെയ്ത എന്തൊരു സാധനത്തിനുമാണ് നമ്മൾ ജിയോ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാറ്. എർത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റി, എർത്തിൻ്റെ സർഫസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് നമ്മൾ ജിയോഗ്രഫി ഉപയോഗിക്കുന്നു. എർത്തിൻ്റെ ഫിസിക്സിനെ പറ്റി, ഫിസിക്സ് ബിഹൈൻഡ് എർത്ത്, അതിന് നമ്മൾ ജിയോ ഫിസിക്സ് ഉപയോഗിക്കുന്നു. അതുപോലെ ജിയോ കെമിസ്ട്രി വരുന്നുണ്ട്. ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു എർത്ത്. ദാറ്റ് ഈസ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാർഡാണ് ജിയോ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് തെർമൽ യുനോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഹീറ്റ്. ഹീറ്റുമായി ബന്ധപ്പെട്ടതാണ് തെർമൽ എന്ന് പറയുന്ന വാക്ക്. സോ യു നോ വാട്ട് ഈസ് ജിയോ തെർമൽ എനർജി, അല്ലേ? എർത്തിൽ നിന്ന് കിട്ടുന്ന ഹീറ്റ് എനർജി, അല്ലേ? ഓർ ഇറ്റ് ഈസ് ദ എനർജി ഡിറൈവ്ഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഫ്രം ദ ഇൻറ്റീരിയർ ഓഫ് എർത്ത്. എർത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഹീറ്റിൻ്റെ ഫോമിൽ കിട്ടുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറയുക? ജിയോ തെർമൽ എനർജി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ജിയോ തെർമൽ എനർജി മീൻസ് വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ദ എനർജി ദാറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം എർത്ത് സർഫേസ്, എർത്ത് ഇൻറ്റീരിയർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്താണ് എന്ന് നോക്കിയിട്ട് നമുക്കതിനെപ്പറ്റി പറയാം. വോൾക്കാനോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ജിയോ തെർമൽ എനർജി, ഓർ ഇറ്റ് ഈസ് ദ വിസിബിൾ എവിഡൻസ് ഓഫ് ദ ജിയോ തെർമൽ എനർജി. അതായത് എർത്തിൻ്റെ ഉള്ളിൽ ചൂടുണ്ട് എന്ന് നമുക്ക് അറിയണം, അല്ലേ? എർത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചൂടുണ്ട് എന്നുള്ളതിനുള്ള ഉദാഹരണങ്ങളാണ് പറഞ്ഞ വോൾക്കാനോ എന്ന് പറയുന്നതും ഗേസസ് എന്ന് പറയുന്നതും ബോയിലിംഗ് മഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വോൾക്കാനോയെ പറ്റി എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ആദ്യം നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. വി ക്യാൻ വാച്ച് എ വീഡിയോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കണ്ട്? വോൾക്കാനോ ഇറപ്ഷൻ, അല്ലേ? അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയുന്നത്. അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനം അല്ലെങ്കിൽ വോൾക്കാനോ ഇറപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? അഗ്നിപർവ്വതത്തിൽ കൂടി വളരെ ചൂടുള്ള അറൗണ്ട് 1000 to 2000 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള പാറയുടെയൊക്കെ ഉരുകി ഒലിച്ച ഒരു ദ്രാവകം, അതിനാണ് നമ്മൾ ലാവ എന്ന് പറയുക. ദാറ്റ് ഈസ് കമ്മിങ് ഔട്ട്, ഇസ്ന്റ് ഇറ്റ്? ഫ്രം വേർ ഇറ്റ് ഈസ് കമ്മിങ്? ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്, ഇസ്ന്റ് ഇറ്റ്? അപ്പം എർത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് എന്ത് വരുന്നത്? പുറത്തേക്ക് വരുമ്പോഴാണ് അത് ലാവയാകുന്നത്. സോ ഇൻ ദാറ്റ് ലാവ ദ ടെമ്പറേച്ചർ ഓഫ് ലാവ ഈസ് മോർ ദാൻ 1000 ഡിഗ്രി സെൽഷ്യസ്, ആൻഡ് ഇൻ ദാറ്റ് ടെമ്പറേച്ചർ ദ മെറ്റീരിയൽ ഈസ് ഇൻ ദ ലിക്വിഡ് ഫോം ഓർ ഇൻ ദ സെമി ലിക്വിഡ് ഫോം, അല്ലെങ്കിൽ എന്താണ് മോൾട്ടൺ ഫോമിലായിരിക്കും എന്ന് പറയുക. ദ റോക്സ്, പാറകളൊക്കെ മോൾട്ടൺ, അതായത് ഉരുകുന്ന ഒരവസ്ഥയിലായിരിക്കും. അതിനെയാണ് നമ്മളവിടെ ലാവ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരുന്നത് എവിടെ നിന്നാണ്? ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഇൻറ്റീരിയർ ഓഫ് എർത്ത്, ഇസ്ന്റ്? അപ്പോൾ ഇൻറ്റീരിയർ ഓഫ് എർത്തിൽ അത്രയും ചൂട് ഉണ്ട് എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് എന്തെന്ന് പറയാൻ പറ്റുന്നത്? ഈ അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയാൻ പറ്റുന്നത്, ഇസ്ന്റ് ഇറ്റ്? ആൻഡ് വൺ ഓഫ് ദ അതർ എക്സാമ്പിൾ ഈസ് ഗീസേഴ്സ്. അതിന് ഗീസേഴ്സ് പറയുന്നതിന് മുമ്പ് ഈ അഗ്നിപർവ്വതത്തെ പറ്റി പറയുമ്പോൾ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഒരു ആക്റ്റീവ് വോൾക്കാനേ ഉള്ളൂ. അതെന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാറിലുള്ള ബാരൻ ഐലൻഡിലാണ് ഇന്ത്യയിലുള്ള ഒരു ആക്റ്റീവ് വോൾക്കാനോ ഉള്ളത്. അത് 150 വർഷം കഴിഞ്ഞിട്ട് 1991 നമ്മുടെ ഓഷ്യാനോഗ്രഫി, ഇന്ത്യയുടെ ഓഷ്യാനോഗ്രഫിക്കാർ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം പറഞ്ഞത്. ഓക്കെ, ലിവിറ്റ്. പിന്നെ വോൾക്കാനെ പറ്റി പറയുമ്പോൾ ഈ വോൾക്കാനോ ഇറപ്ഷനെ പറ്റിയിട്ടുള്ള ഒരു മെയിൻ തീമാക്കി ഇറക്കിയ ഒരു ഹോളിവുഡ് മൂവിയാണ് ഡെൻഡസ് പീക്ക് എന്ന് പറയുന്നത്. നമ്മുടെ PS ബ്രോസ്നനാണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. വളരെ രസകരമായൊരു മൂവിയാണ്, അല്ലെങ്കിൽ രസകരം എന്നല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു മൂവിയാണ് ഡെൻഡസ് പീക്ക്. അത് ഡെൻഡസ് പീക്ക് എന്ന് പറയുന്ന ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള വോൾക്കാനോ അത് പെട്ടെന്ന് ആക്റ്റീവായി മാറുമ്പോൾ അതിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതാണ് ഈ ഡെൻഡസ് പീക്ക് എന്ന് പറയുന്ന മൂവിയുടെ മെയിൻ തീമായിട്ട് വരുന്നത്. ഇറ്റ്സ് എ വെരി നൈസ് മൂവി. അത് കാണുകയാണെങ്കിൽ ഈ വോൾക്കാനോ ഇറപ്ഷൻ വൃത്തിയായിട്ട് അതും അതിൻ്റെ ആഫ്റ്റർ മാത്സും ഒക്കെ യു ക്യാൻ
You can watch it. Okay, then next example is gases, isn't it? ഈ gases എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Geyser means it's a vent in Earth's surface which periodically eject hot water and steam. എന്ന് വെച്ചാൽ എന്താ? It's a vent in Earth's surface. Vent എന്ന് പറഞ്ഞാൽ എന്താ? വെൻ്റ് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഹോളിനാണ് നമ്മൾ വെൻ്റ് എന്ന് പറയുക. ആ ഹോളിൽ കൂടി അല്ലെങ്കിൽ ലിക്വിഡോ എയറോ ഒക്കെ പുറത്തേക്ക് വരുന്ന ഹോളിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? വെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എസ് സർഫസിലുള്ള ഒരു ചെറിയ വെൻറ്റ്, ആ വെൻറ്റിൽ കൂടി പീരിയോഡിക്കലി, അതായത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? ഹോട്ട് വാട്ടറോ സ്റ്റീമോ പുറത്തേക്ക് വരിക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗെയ്സ് എന്ന് പറയുക. ഈ ഗെയ്സേഴ്സ് ഇവിടെയൊന്നും അവൈലബിൾ അല്ല. ഗെയ്സേഴ്സ് ഉള്ളത് USA ഗെയ്സസ് അവൈലബിൾ ആണ്. ആൻഡ് സോ മെനി ഗെയ്സസ് ആർ ഇൻ റഷ്യ, ചിലി, ന്യൂസിലാൻഡ് ആൻഡ് ഐസ്ലാൻഡ്. ഇവിടേക്കാണ് കാര്യമായിട്ട് നമ്മൾ ഈ ഗെയ്സേഴ്സ് കാണാറുള്ളത്. ഈ കാണുന്നത് എന്ന് പറയുന്നത് USA ഓൾ ഫെയ്ത്ത്ഫുൾ എന്ന് പറയുന്ന ആ ഗെയ്സറിൻ്റെ പേരാണ്. ഓൾ ഫെയ്ത്ത്ഫുൾ എന്ന് പറയുന്ന ഗെയ്സറാണ്. യോമിങ് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന ഒരു ഗെയ്സറാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും, ഓരോ 2 മണിക്കൂർ ഇടവിട്ടും 180 ഫീറ്റ് വരെ ഉയരത്തിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഹോട്ട് വാട്ടർ ഇജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് എ ഗെയ്സർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഗെയ്സേഴ്സിൽ നിന്നും എന്താ സംഭവിക്കുന്നത്? ഹോട്ട് വാട്ടറാണ് എർത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അല്ലേ? വോൾക്കാനോയുടെ കേസിലോ 1000 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടുള്ള ലാവയാണ് പുറത്തേക്ക് വരുന്നത്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എർത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും ചൂട് പുറത്തേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻസൈഡ് എർത്ത് heat energy is there, isn't it? In the interior of earth, heat energy is available. So we can use that heat energy for our purpose. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജിയോ തെർമൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് എർത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചൂടുണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് we can mention about the structure of earth. ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഓഫ് എർത്ത്. എർത്ത് എന്ന് പറയുന്നത് ലെയർ ആയിട്ടാണ് കിടക്കുന്നത്. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് നെയ്മഡ് as crust and the thickness of that layer is only 60 kilometers. And beside that the layer named mantle comes and the thickness of that mantle is up to 3000 kilometers. And inside that one the layer is outer core and the innermost layer is inner core. അപ്പോൾ അങ്ങനെ 4 ലെയർ ആയിട്ടാണ് എർത്ത് നിൽക്കുന്നത്. ഏറ്റവും ഉള്ളിലുള്ളതിന് ഇന്നർ കോർ എന്ന് പറയാം, തൊട്ട് മുകളിലുള്ള ഔട്ടർ കോർ, അതിൻ്റെ മുകളിലുള്ള മാൻഡിൽ, അതിൻ്റെ മുകളിലുള്ള ക്രസ്റ്റ്. അപ്പോൾ ക്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ നിൽക്കുന്ന ഈ ഭാഗം ഒരു 60 കിലോമീറ്റർ വരെ മാത്രം തിക്നെസ് ഉള്ള ഭാഗം. അപ്പോൾ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സോളിഡ് രൂപത്തിലാണ്, അതായത് പാറകളൊക്കെ സോളിഡ് രൂപത്തിൽ കിടക്കുന്നു. അതാണ് ക്രസ്റ്റിൻ്റെ സ്ട്രക്ചർ. പക്ഷേ ഉള്ളിലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു? എർത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും ചൂട് കൂടി വരുന്നു. അപ്പോൾ ഈ മാൻഡിലിൻ്റെ ഒക്കെ ഉൾഭാഗത്തേക്ക് പോകുമ്പോഴും, അല്ലെങ്കിൽ ഔട്ടർ കോർ എന്നൊക്കെ പറയുന്നത് ഒരു തരം മോൾട്ടൺ ഫോമിലാണ് നിൽക്കുന്നത്. അതായത് ടെമ്പറേച്ചർ വളരെ അധികമാണ്. അത്രയധികം ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ എന്താണ്? ഈ റോക്സ് ഒന്നും സോളിഡ് ഫോമിൽ നിൽക്കില്ല. സോ ദാറ്റ് റോക്സ് വിൽ ബി ഇൻ ദ മോൾട്ടൺ ഫോം. അങ്ങനെ ഈ മോൾട്ടൺ ഫോമിലുള്ള റോക്സിനെയൊക്കെ കൂടിയാണ് നമ്മൾ എന്തെന്ന് പറയുക? മാഗ്മ എന്ന് പറയുക. അപ്പോൾ സപ്പോസ് എന്ത് വിചാരിക്കുക? ഈ മാൻഡിൽ നിന്ന് ചെറിയൊരു ക്രാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ക്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വിടവുണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് ദാറ്റ് ക്രാക്ക് റീച്ചസ് സർഫസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫസിൽ ആ ക്രാക്ക് എത്തുന്നു എന്ന് വിചാരിക്കുക. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? സംടൈംസ് ഇഫ് ദർ ഒക്കർ എനി പ്രഷർ വേരിയേഷൻ ഇൻസൈഡ് ദാറ്റ് എർത്ത്, then what will happen? That magma will come through that crack to the surface of the earth, isn't it? അങ്ങനെ മാഗ്മ എന്ത് ചെയ്യുന്നു? എർത്തിൻ്റെ സർഫസിലെത്തുന്നു. അങ്ങനെ എർത്തിൻ്റെ സർഫസിലെത്തി, എർത്തിൻ്റെ സർഫസിൽ നിന്ന് അത് എങ്ങോട്ടേക്ക് പോകുന്നു? പുറത്തേക്ക് പോകുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോൾക്കാനോ ഇറപ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്, isn't it? സോ വോൾക്കാനോ ഇറപ്ഷന് കാരണം എന്താണ്? എർത്ത് എന്ന് പറയുന്നത് ലെയർ സ്ട്രക്ചറാണ്, isn't it? And the second layer of earth is mantle and the third layer is outer core, and inside the mantle and outer core rocks are in the molten form with temperature more than 1000 degrees Celsius. Then sometimes through the crack endu sambhavikkum? The magma will come to the surface of earth and that is named as
that is named as volcano eruption, or ആ പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുക ലാവ എന്ന് പറയുക. ദെൻ വി ക്യാൻ തിങ്ക് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് ഗെയ്സേഴ്സ്. ഗെയ്സറിൽ എന്താ സംഭവിക്കുക? ഗെയ്സർ എന്ന് പറയുമ്പോൾ ഈ മാഗ്മ എന്ന് പറയുന്നത് പുറത്ത് എത്തുന്നില്ല. എന്താണ്? ദ മാഗ്മ വിൽ കം ത്രൂ ദ ക്രാക്ക് ആൻഡ് ദാറ്റ് വിൽ അക്യുമുലേറ്റ് ഇൻ ദ സബ് സർഫസ് ഓഫ് എർത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് എർത്തിൻ്റെ സർഫസിൽ എത്തുന്നില്ല, സർഫസിന് കുറച്ച് താഴെയായിട്ടാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ 1000 ഡിഗ്രി താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ താഴെ ഒരു ക്യാവിറ്റി ഉണ്ടായി. ആ ക്യാവിറ്റിയിലാണ് ഈ മാഗ്മ നിൽക്കുന്നത് വിചാരിക്കുക. അതായത് മാഗ്മ എന്ത് സംഭവിക്കുന്നു? മാഗ്മ ചെറിയൊരു ഇതിൽ കൂടി, ക്രാക്കിൽ കൂടി എർത്തിൻ്റെ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. എർത്തിൻ്റെ പുറത്തെത്തുന്നില്ല, അതായത് എർത്തിൻ്റെ സർഫസിൽ എത്തുന്നില്ല. അതിൽ നിന്ന് സർഫസിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ താഴെ ഒരു വലിയൊരു ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോളിലാണ് വന്ന് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ഹോളിലായതുകൊണ്ട് 10 കിലോമീറ്റർ താഴെയാണ്, അല്ല വലിയ താഴെയൊന്നുമില്ല. സാധാരണ മാഗ്മ എന്ന് പറയുന്നത് വളരെ താഴെയാണ്, അതായത് ഇന്നർ മാൻഡിലാണ് അല്ലെങ്കിൽ ഔട്ടർ കോറിലാണ്. അതെന്ന് പറയുന്നത് തൗസൻഡ്സ് ഓഫ് കിലോമീറ്റർ താഴെയാണ്. അപ്പോൾ അത്രയൊന്നുമല്ല, ഒരു 10 കിലോമീറ്ററിൻ്റെ തൊട്ട് താഴെ, 10 കിലോമീറ്റർ താഴെയായിട്ടാണ് ഈ മാഗ്മ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ മുകളിൽ കൂടി ഏതെങ്കിലും ഒരു വാട്ടർ ബോഡി ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആ വാട്ടർ ബോഡിയിൽ ഹീറ്റ് കിട്ടും. എന്ത് സംഭവിക്കും? ആ വാട്ടർ ബോഡി വേറെ ഏതെങ്കിലും ഒരു സുഷിരത്തിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗീസർ എന്ന് നമ്മൾ പറയുക. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ജിയോതെർമൽ എനർജി. ജിയോതെർമൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ എനർജി ദാറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം എർത്ത് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് and volcanoes, geysers and boiling muds are the examples of this energy. അപ്പോൾ സാധാരണ കേസിൽ നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്ന് ഇൻറ്റീരിയർ ഓഫ് എർത്തിലേക്ക് പോകുന്നവർ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. സോ ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ക്രസ്റ്റ് വിൽ ഇൻക്രീസ് വിത്ത് ഡെപ്ത് അറ്റ് ദ റേറ്റ് ഓഫ് 300 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ. ബട്ട് ഇൻ സം റീജിയൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഗേസറിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഇൻ സം റീജിയൻസ് the magma of mantle pass through the crack towards the surface, and this magma will accumulate in a cavity. That cavity is named as hot spots, and these cavities are there around 2 to 5 kilometers or 10 kilometers beneath the earth surface. അങ്ങനെയുള്ള ഏരിയകൾക്കാണ് നമ്മൾ എന്ത് പറയുക? ഹോട്ട് സ്പോട്ട്സ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ സാധാരണ കേസിൽ ഈ എർത്തിലുള്ള ഏരിയയെ നമുക്ക് 3ആയിട്ട് ഇതിൽ സെപ്പറേറ്റ് ചെയ്യാം. വൺ ഈസ് നെയ്മഡ് ആസ് നോൺ തെർമൽ ഏരിയാസ്. ആ നോൺ തെർമൽ ഏരിയാസിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് 10 to 40 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ ആണ്. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇത്ര ഡിസ്റ്റൻസിലേക്ക് താഴേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ഡിസ്റ്റൻസ് പോകുമ്പോൾ എത്രത്തോളം വേരിയേഷൻ വരുന്നു, അതിനാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് നമ്മൾ പറയാറ്. അപ്പോൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര ഡിസ്റ്റൻസ് താഴേക്ക് പോകുമ്പോൾ എത്രയാണ് ടെമ്പറേച്ചർ കൂടുക, അതിനാണ് അവിടെ നമ്മൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോൺ തെർമൽ ഏരിയസിൽ നമുക്ക് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാം? ദാറ്റ് ഈസ് ഓൺലി 10 to 40 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ. അതായത് 1 കിലോമീറ്റർ പോകുമ്പോൾ 10 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂടുന്നു. ആൻഡ് സം സെമി തെർമൽ ഏരിയാസ് ആർ ദർ. ഇൻ ദാറ്റ് സെമി തെർമൽ ഏരിയാസ് ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഈസ് 40 to 70 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ. അതായത് എന്താ? 1 കിലോമീറ്റർ പോകുമ്പോൾ 40 മുതൽ 70 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറിന് വേരിയേഷൻ വരാം. ആൻഡ് സം ഹൈപ്പർ തെർമൽ ഏരിയാസ് ആർ ദർ. ഇൻ ദ ഹൈപ്പർ തെർമൽ ഏരിയാസ് the temperature gradient is more than 70 degrees Celsius per kilometer. That means if you are going 1 kilometer to the interior of the earth, the temperature will increase more than 70 degrees Celsius per kilometer. Otherwise, we can say that the energy can be extracted from these types of areas, that is hyperthermal areas. So the geothermal energy extraction is feasible at hyperthermal areas. ഈ ഹൈപ്പർതെർമൽ ഏരിയാസ് എന്ന് പറയുന്നത് എന്താണ്? വെൻ വി ആർ ഗോയിങ് 1 kilometer ടു ദ ഇൻറ്റീരിയർ ഓഫ് എയർ, ദ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് മോർ ദാൻ 70 ഡിഗ്രി സെൽഷ്യസ്. മോർ ദാൻ 70 ഡിഗ്രി എന്ന് പറയുന്നത് 100 or 200 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ആവാം. അങ്ങനെയുള്ള ഏരിയാസിൽ നിന്നാണ് നമുക്ക് എന്ത് പറിച്ച് എടുക്കാൻ പറ്റിയ? ഹൈപ്പർതെർമൽ ഏരിയാസിൽ നിന്ന്, ഇങ്ങനെയുള്ള ഹൈപ്പർതെർമൽ ഏരിയാസിൽ നിന്നാണ് നമുക്ക് എന്ത് പറയാൻ പറ്റിയ എടുക്കാൻ പറ്റിയ ജിയോതെർമൽ എനർജി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാറ്. ആൻഡ് ദോസ് ഏരിയാസ് ഓർ ദോസ് places are named as geothermal fields. What do you mean by geothermal fields എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ജിയോതെർമൽ ഫീൽഡ്സ് എന്ന് വെച്ചാൽ എന്താ?
ഇതാ ജിയോതെർമൽ സ്ഫിയേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഏരിയാസ് വേർ ജിയോതെർമൽ എക്സ്ട്രാക്ഷൻ ഈസ് ഫീസിബിൾ ആൻഡ് ഇൻ ദോസ് ഏരിയാസ്, അല്ലെങ്കിൽ അത് പറയാം, ദീസ് ഏരിയാസ് ആർ ഹൈപ്പോതെർമൽ ഏരിയാസ് ആൻഡ് ഇൻ ദീസ് ഏരിയാസ് we can say that the temperature will increase more than 70 degrees Celsius when we are going 1 kilometer to the interior of the earth. അപ്പോൾ ഇതാണ് നമുക്ക് എന്താ ഉള്ളത് ജിയോതെർമൽ എനർജിയെ പറ്റി. എന്താണ് ജിയോതെർമൽ എനർജി എന്നൊന്ന് പറഞ്ഞിട്ടുള്ളൂ. ജിയോതെർമൽ എനർജി